ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇത് രാവിലെ തന്നെ കുളിച്ച് സെറ്റായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് പുട്ട്, ഗ്രീൻ ബീൻസ്, പിന്നെ തലേന്നത്തെ മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കേക്കൊക്കെ വാങ്ങി മുറിച്ചു. കേക്കില്ലാണ്ട് എന്ത് ക്രിസ്മസ് അല്ലേ. കേക്ക് കണ്ട സന്തോഷത്തിൽ മാമനും മോനും കൂടി എന്താ പറയുക കൊട്ടണതാണ് കേട്ടോ അത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മളത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഇവരാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ VIPs. ഇവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ കയ്യും കാലും പിടിക്കണം. അവസാനം മിഠായി വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫോട്ടോ കിട്ടിയത്. ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. 10ാം ക്ലാസ് ആയതുകൊണ്ട് ക്രിസ്മസിന് പോലും ലീവ് കൊടുക്കാണ്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൾ. ഇതാണ് എൻ്റെ മിന്നു. ഇവളാണ് എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫർ. കുറേ എടുത്തന്ന് കൊച്ചിന് മതിയായി. ഇവൻ്റെ ഈ ഇരിപ്പ് കണ്ടോ നിങ്ങൾ? നോക്കണ്ട, അടുത്തത് എന്തൊപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ്. അടുത്തിരിക്കുന്ന ആ വടി കണ്ടോ? ഇടയ്ക്ക് അതെടുത്ത് വീക്കലാണ് അവൻ്റെ ഏറ്റവും വലിയ ഹോബി. ഞാൻ പിന്നെ അപ്പോഴേക്കും രണ്ടാമത് വേറൊരു ഡ്രസ്സ് ഇട്ട് അടുത്ത ഫോട്ടോഷൂട്ടേക്കായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിക്ക് ഒരു ബിരിയാണി വെക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അത്. ബിരിയാണിക്കുള്ള അരിയും സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാനും ചേച്ചിയും കൂടി പോവാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിത് വീട്ടിലെത്തി. പിന്നെ ഫുൾ പണിയായിരുന്നു. എല്ലാവരും കൂടി അങ്ങോട്ട് അരിയിലും പിടിക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ സംഭവം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ബിരിയാണിയും ചിക്കനൊക്കെ സെറ്റാക്കി കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഒത്തുപിടിച്ചുകൊണ്ട് ഒരു 2-2.5 മണിക്കൂറിൽ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫുഡ് റെഡിയായി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ അവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ കുറച്ച് നേരം പോയി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലെത്തി. ഫുഡൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.